السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نسألك العفو والعافية. اللهم إنا نسألك العفو والعافية والمعافاة. اللهم أصلح لنا النية والذرية والعمل. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 36 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. തലക്ക എന്നാൽ സ്വീകരിച്ചു. അങ്ങനെ തലക്ക സ്വീകരിച്ചു. ആദം അലൈഹിസ്സലാം സ്വീകരിച്ചു. മിൻ റബ്ബിഹി അവിടുത്തെ റബ്ബിൽ നിന്ന് കലിമാത്തിൻ ചില വാചകങ്ങൾ. ഫതാബ അലൈഹി അങ്ങനെ അത് മുഖേന ആദം അലൈഹിസ്സലാം തൗബ ചെയ്തു, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങി. അള്ളാഹു ആദം അലൈഹിസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചു. ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഇന്നഹു തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തവ്വാബ്, അവൻ തൗബ ഏറെ സ്വീകരിക്കുന്നവനാണ്. റഹീം, അവൻ ഏറെ കരുണ ചൊരിയുന്നവനാണ്. നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാം ആ അബദ്ധം സംഭവിച്ചു പോയപ്പോൾ ചെയ്തതിനെക്കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആദം നബി അലൈഹിസ്സലാം റബ്ബിൽ നിന്ന് ചില കലിമാത്ത് സ്വീകരിച്ചു, ചില വാചകങ്ങൾ. എന്താണ് ആ വാചകം? ഖുർആനിൽ അള്ളാഹു ആ വാചകം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറഞ്ഞത് കാണാം, റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇതായിരുന്നു നമ്മുടെ ഉമ്മയും ഉപ്പയും റബ്ബിനോട് ആ തെറ്റ് സംഭവിച്ചപ്പോൾ പാപമോചനത്തിന് തേടിയ ദുആ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ളലംന, ഞങ്ങൾ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു, അൻഫുസന, ഞങ്ങളോട് തന്നെ, വഇൻ ലം തഗ്ഫിർ ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു നൽകിയില്ല എങ്കിൽ, വതർഹംന, നീ ഞങ്ങളോട് കരുണ ചൊരിഞ്ഞില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ലനകൂനന്ന, ഞങ്ങളായിത്തീരുക തന്നെ ചെയ്യും, മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളായിത്തീരുക തന്നെ ചെയ്യും. ഇതാണ് ആ വാക്ക്. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് മാതൃകയായ ഇസ്തിഗ്ഫാറിൻ്റെ വാചകങ്ങളിൽ ഒന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരാൾക്ക് തെറ്റു സംഭവിക്കുക എന്നതിലല്ല യഥാർത്ഥ മുസീബത്ത് നിലകൊള്ളുന്നത്. മറിച്ച് യഥാർത്ഥ അപകടം നീ തെറ്റിൽ തുടരുക എന്നതാണ്. തെറ്റിൽ നീ തുടർന്നു പോവുക, അത് നീ തിരുത്താതിരിക്കുക, അള്ളാഹുലേക്ക് മടങ്ങാതിരിക്കുക, അവിടെയാണ് മുസീബ. അല്ല, ഏറ്റവും വലിയ മുസീബത്ത് അവിടെയാണ്, തെറ്റിൽ നീ തുടരുക എന്നത്. തെറ്റിൽ നീ തുടർന്നാൽ ചെറിയ തിന്മ പോലും പിന്നെ ചെറുതായിരിക്കുകയില്ല. ചെറിയതാകട്ടെ, തുടർന്നു പോയാൽ അതുപോലും വലിയ അപകടമാണ്. എന്നാൽ നീ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ വൻ പാപം പോലും പാപമല്ല. പണ്ഡിതന്മാർ പറയാറുണ്ട്, ലാ സഗീറത
ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ വലാ സഗീറത മഅൽ ഇസ്തിംറാർ. ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടിയാൽ പിന്നെ ഒരു വൻ പാപവും പാപമായി നിൽക്കുകയില്ല. വലാ സഗീറ, ഒരു ചെറിയ പാപവും ചെറുതായി നിൽക്കുകയില്ല. മഅൽ ഇസ്തിംറാർ, അത് തുടർന്നു പോയാൽ. ചെറുതായി നിൽക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് വലുതായി വലുതായി മാറും. നീ എന്ത് ചെയ്യുക? ചെറുതിനെ ശ്രദ്ധിക്കുക. ലാ തഹ്ഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസ. ലാ തഹ്ഖിറന്ന സഗീറതൻ, നീ ചെറിയ പാപത്തെ നിസാരമായി കാണരുത്. കാരണം ഇന്നൽ ജിബാല മിനൽ ഹസ, പർവ്വതങ്ങൾ ചെറിയ ചെറിയ കല്ലുകളിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് നോക്കൂ, മുസീബത്ത്, തിന്മയിൽ നീ തുടർന്നു പോവുക എന്നതാണ്. മറിച്ചൊരു മുഅ്മിൻ അബദ്ധം സംഭവിച്ച് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ ഫഖദ് ഷാബഹ അബാഹ്, പണ്ഡിതന്മാർ പറഞ്ഞു, അവൻ തൻ്റെ പിതാവിനെ പോലെയാണ് ആയത്. വമൻ ഷാബഹ അബാഹ്, ആരെങ്കിലും തൻ്റെ പിതാവിനെ പിൻപറ്റിയാൽ പിന്നെ അവനെ കുറ്റം പറയാൻ നിർവാഹമില്ല. കാരണം അവൻ്റെ ഉപ്പയെ പോലെയാണ് എന്ന് പറയുന്നത് പോലെ അത് കാര്യം നിസാരവൽക്കരിക്കുന്നു, അത് നിസാരമാക്കി തീർക്കുന്നു. അതുകൊണ്ട് അബദ്ധം സംഭവിച്ചോ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് നീ മടങ്ങിയാൽ നിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിനെ നീ പിൻപറ്റിയിരിക്കുന്നു. ആദം അലൈഹിസ്സലാമിനെ നീ പിൻപറ്റിയാൽ ആദം അലൈഹിസ്സലാമിനോട് റബ്ബ് എന്താണോ, ഏതു രൂപത്തിലാണോ പ്രതികരിച്ചത്, അതാണ് നിന്നോടും റബ്ബ് പ്രതികരിക്കുക. എന്താണ് ഇരുന്നു അവരുടെ ദുആ? റബ്ബന, ഞങ്ങളുടെ റബ്ബേ എന്ന് വിളിച്ചിട്ടാണ് ദുആ. ഞങ്ങളുടെ റബ്ബേ, വലംന അൻഫുസന, ഞങ്ങളോട് അതിക്രമം ചെയ്തു പോയിരിക്കുന്നു. സ്വന്തത്തിൻ്റെ അവസ്ഥ, സ്വന്തത്തിൻ്റെ പ്രയാസകരമായ പരിതാപകരമായ അവസ്ഥ അള്ളാഹുവിന് മുന്നിൽ അത് പറയുകയും അവനിലേക്ക് അത് മുഖേന തവസ്സുൽ തേടുകയും ചെയ്യുക എന്നത് ദുആക്ക് ഉത്തരം ലഭിക്കാൻ സഹായകമാകുന്ന കാര്യമാണ്. ഇതേ ദുആ നോക്കൂ നിങ്ങൾ, നൂഹ് അലൈഹിസ്സലാം ചെയ്തത് ഖുർആനിൽ കാണാം. റബ്ബേ, എനിക്ക് അബദ്ധം സംഭവിച്ചു പോയിരിക്കുന്നു. വഇല്ലാ തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ. നൂഹ് നബി ചെയ്തത് കാണാം. വഇല്ലാ തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ. നീ എനിക്ക് പുറത്തു നൽകിയില്ല എങ്കിൽ, നീ എനിക്ക് കരുണ ചൊരിഞ്ഞില്ല എങ്കിൽ ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. മകനെ കുറിച്ച് നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞ സന്ദർഭത്തിൽ റബ്ബ് നൂഹ് നബിയെ തിരുത്തി. എൻ്റെ കുടുംബത്തെ നീ രക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ, പക്ഷെ എൻ്റെ മകനിതാ എൻ്റെ കുടുംബക്കാരനാണ്, നീ വാഗ്ദാനം പാലിക്കുന്നവനുമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിൻ്റെ കുടുംബമല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ്റെ പ്രവർത്തനം മോശമായ പ്രവർത്തനമാണ്. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ അറിവില്ലാത്തത് പറയരുത്. നൂഹ് അലൈഹിസ്സലാം അപ്പോൾ ഈ ദുആ നേരത്തെ പറഞ്ഞ ദുആ ചെയ്തു. മൂസ അലൈഹിസ്സലാം ഒരാളെ അടിച്ചപ്പോൾ അയാൾ മരിച്ചുപോയി. മൂസ അലൈഹിസ്സലാം ഉടനെ പറഞ്ഞു, റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, അള്ളാഹുവേ, ഞാൻ എന്നോട് അതിക്രമം ചെയ്തു പോയിരിക്കുന്നു, ഫഗ്ഫിർലി, എനിക്ക് പുറത്തു നൽകണമേ. ഫഗഫറല, അള്ളാഹു ഉടനെ പറഞ്ഞ എന്താണ്? ഫഗഫറല, അള്ളാഹു പുറത്തു നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നീ തിന്മകൾ ചെയ്തു പോയാൽ, എന്നിട്ട് നിന്റെ തിന്മകൾ ആകാശം മുട്ടെ എത്തിയാലും നീ എന്നോട് പാപമോചനം തേടിയാൽ ഞാൻ നിനക്ക് പുറത്തു തരും. വല ഉബാലി, ഞാൻ കാര്യമാക്കുകയില്ല എന്ന് നോക്കൂ റബ്ബ് പറഞ്ഞതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ വക ഹദീസുകളെല്ലാം അള്ളാഹു റബ്ബുൽ ആലമീൻ തിന്മ പുറത്തു നൽകും, ഞാൻ പുറത്തു തരും എന്ന് പറഞ്ഞ ഹദീസുകളിലൊക്കെ, ആയത്തുകളിലൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, അള്ളാഹു തെറ്റ് പുറത്തു തരും, പാപങ്ങൾ പുറത്തു തരും എന്ന ആയത്തുകളാകട്ടെ ഹദീസുകളാകട്ടെ, അവിടെയൊക്കെ എന്താണ് അള്ളാഹു പറഞ്ഞത്? ഞാൻ പുറത്തു തരാം, അതുകൊണ്ട് നിങ്ങൾ തിന്മ ചെയ്തോളൂ എന്നാണോ? അല്ല, പിന്നെ എന്താണ്? ഞാൻ പുറത്തു തരാം, നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടൂ എന്നാണ്. നിങ്ങൾ പൊറുക്കലിനെ തേടൂ, ഞാൻ പുറത്തു തരാം. നിങ്ങൾ തൗബ ചെയ്യൂ, ഞാൻ പുറത്തു തരാം. അതുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറും നടത്തിയാൽ അള്ളാഹു പുറത്തു നൽകും എന്ന് പറയുന്ന ഒരൊറ്റ ആയത്തും ഹദീസും തിന്മ ചെയ്യാനല്ല പ്രേരിപ്പിക്കുന്നത്, തൗബ ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്. അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാൻ. അങ്ങനെ ഖേദിച്ചു മടങ്ങിയാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു നിന്റെ തൗബയിൽ സന്തോഷിക്കും. റബ്ബ് നിന്റെ തൗബയിൽ സന്തോഷിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു അക്ബർ. മനുഷ്യനാരാണ്?
അവൻ തെറ്റ് ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു സന്തോഷിക്കാൻ മനുഷ്യർ അള്ളാഹു നൽകിയ ശ്രേഷ്ഠമായ പദവികളിൽ ഒന്നാണത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മനുഷ്യൻ അള്ളാഹു നൽകിയ ശ്രേഷ്ഠമായ പദവികളിൽ ഒന്നാണത്. തെറ്റ് ചെയ്ത് നീ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങിയാൽ അള്ളാഹു സന്തോഷിക്കുന്നു. ലല്ലാഹു അഫ്റഹു ബിതൗബതി അഹദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു നിങ്ങളിൽ ഒരാളുടെ തൗബയിൽ സന്തോഷിക്കുന്നു. മരുഭൂമിയിൽ വാഹനമൃഗം നഷ്ടപ്പെട്ട് അത് പെട്ടെന്ന് തിരിച്ചു കിട്ടിയ ഒരാളുടെ സന്തോഷം പോലെ. ആ ഹദീസ് എല്ലാവർക്കും പരിചിതമായിരിക്കും. അപ്പോൾ നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ തൗബ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്നല്ല, പലതാണ്. അള്ളാഹുവിൻ്റെ തൗബ എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിനാണ്. ഒന്ന്, അള്ളാഹു റബ്ബുൽ ആലമീൻ അടിമക്ക് തൗബക്ക് അവസരം നൽകുക. അതിന് റബ്ബിൻ്റെ തൗബ എന്ന് പറയും. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നാണ് എന്ത്? തൗവാബ്. അടിമകൾക്കും എന്തു പറയും? തൗവാബ് എന്ന് പറയും. തൗബ ധാരാളമായി ചെയ്യുന്ന ആൾക്ക് എന്ത് പറയും? തൗവാബ്. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നാണ് തൗവാബ്. എന്താണ് അള്ളാഹുവിൻ്റെ തൗബ എന്ന് പറഞ്ഞാൽ? തൗബ സ്വീകരിക്കാനാണ്. അതുപോലെ തൗബക്ക് അവസരം നൽകാനാണ്. തൗബ മനസ്സിലേക്ക് ഇട്ടുതരലാണ്. അതുകൊണ്ടാണ് 3 സഹാബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ, കഅബ് ഇബ്നു മാലിക് അടക്കമുള്ള 3 പേർ തബൂക്ക് യുദ്ധത്തിന് പോകാതിരുന്നപ്പോൾ ആ അബദ്ധത്തിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞ എന്താണ്? സുമ്മ താബ അലൈഹിം ലിയതൂബു. സുമ്മ താബ അലൈഹിം ലിയതൂബു. അള്ളാഹു അവരിലേക്ക് മടങ്ങി. അള്ളാഹു അവരിലേക്ക് അവർ മടങ്ങാൻ വേണ്ടി. അതുകൊണ്ട് നീ അള്ളാഹുലേക്ക് തൗബ ചെയ്യുന്നുണ്ടോ? തൗബക്ക് നിനക്ക് മനസ്സിൽ തോന്നിയോ? ആദ്യം മനസ്സിലാക്കുക, റബ്ബ് നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിനക്ക് അവനിലേക്ക് മടങ്ങാൻ നിൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായത്. ഏതുപോലെ നിനക്ക് ദുആ ചെയ്യാൻ തോന്നിയോ, അതിന് അവസരമുണ്ടായോ, ദുആ നീ ചെയ്തോ, മനസ്സിലാക്കി അള്ളാഹു ഉത്തരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നീ ദുആ ചെയ്തത്. കാരണം ദുആക്ക് ഉത്തരം ഉറപ്പാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ വലാകിന്നി അഹ്മിലു ഹമ്മദ് ദുആ ഫഇന്നൽ ഇജാബത മഅ ദുആ. എനിക്കൊരിക്കലും ഉത്തരം കിട്ടുമോ എന്നതിനെക്കുറിച്ച് യാതൊരു ബേജാറുമില്ല. അതേക്കുറിച്ചല്ല എൻ്റെ ചിന്ത. മറിച്ച് ഞാൻ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ദുആനെ കുറിച്ചാണ്. ദുആ ചെയ്യാൻ സാധിച്ചോ ഇല്ലേ, അതിന് സാധിക്കുമോ ഇല്ലേ? കാരണം ഫഇന്നൽ ഇജാബത മഅ ദുആ, ഇജാബത്ത് ദുആയിനോടൊപ്പമുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ദുആക്ക് ഉത്തരം നൽകുമെന്നത് അവൻ്റെ വാഗ്ദാനമാണ്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് നമുക്കിതിന് സാധിച്ചോ ഇല്ലേ എന്നതിലാണ് കാര്യം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് സുമ്മ താബ അലൈഹിം ലിയതൂബു. അള്ളാഹു അവരിലേക്ക് മടങ്ങിയിരിക്കുന്നു, അവർ അവനിലേക്ക് ഖേദിച്ചു മടങ്ങാൻ വേണ്ടി. ഖേദിച്ച് അവനിലേക്ക് അവർ മടങ്ങാൻ വേണ്ടി. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗബ നിന്നിലേക്ക് എത്തിയത് കൊണ്ടാണ് നിനക്ക് തൗബ ചെയ്യാൻ സാധിച്ചത്. എന്നിട്ട് നീ തൗബ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ തൗബ. തൗബ അവൻ സ്വീകരിക്കുക എന്നത്. അള്ളാഹു നിന്റെ പശ്ചാത്താപം സ്വീകരിക്കും എന്നത്, തൗബ സ്വീകരിക്കും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നമ തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ ثم يتوبون من قريب فأولئك يتوب الله عليهم. അള്ളാഹു തൗബ സ്വീകരിക്കുമെന്ന് വാഗ്ദാനമേറ്റിട്ടുള്ളത്, അവൻ ബാധ്യതയേറ്റിട്ടുള്ളത് ഒരു കൂട്ടരിൽ നിന്ന് മാത്രമാണ്. ജഹാലത്ത് കൊണ്ട് തെറ്റ് ചെയ്തു പോവുക, എന്നിട്ട് കരീബൻ അടുത്തു തന്നെ തൗബ ചെയ്യുക, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. എന്താണ് ജഹാലത്ത് കൊണ്ട് തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ജഹാലത്ത് കൊണ്ട് തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിവേകം കൊണ്ട് തെറ്റ് ചെയ്യുക എന്നതാണ്. അതല്ലാതെ ഒരു കാര്യം തെറ്റാണ് എന്നറിയാതെ തെറ്റ് ചെയ്താലല്ല. മനസ്സിലായില്ല? ഒരു കാര്യം, ഒരു തിന്മയാണെന്ന് അവൻ അറിയില്ല. അങ്ങനെ തിന്മ ചെയ്തവൻ്റെ അവസ്ഥ എന്താണ്? അവന് കുറ്റമേ ഇല്ല എന്നാണ്. മനസ്സിലായില്ലേ? അവൻ പഠിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ല. അവൻ അറിയാതെ പോയി. വീഴ്ച വരുത്തിയിട്ടൊന്നും, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവൻ അറിയാതെ പോയി. എന്നിട്ടൊരാൾ ഒരു കാര്യം ചെയ്തു, അവനത് തെറ്റാണെന്ന് അറിയില്ല, അവന് കുറ്റമേ ഇല്ല. മറിച്ച് ഇവിടെ പറഞ്ഞത് തെറ്റാവുക എപ്പോഴാണ്? ഏത് തിന്മയും അത് തിന്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് നീ പ്രവർത്തിച്ചാൽ ആ സമയത്ത് നീ ജാഹിലായിരിക്കുന്നു, എത്ര അറിവ് നിനക്കുണ്ട് എങ്കിലും.
ആ വിഷയത്തിൽ നീ ജാഹിലിൻ്റെ പ്രവർത്തനമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം ജാഹിൽ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അവിടെ അറിവില്ലായ്മ എന്നല്ല, മറിച്ച് അവിവേകം. അതായത് ഒരു തിന്മ അതിൻ്റെ പരിണിത ഫലം ചിന്തിക്കാതെ പെട്ടെന്നുള്ള പ്രേരണ കൊണ്ട് നീ പ്രവർത്തിച്ചാൽ നീ ആ സമയത്ത് ജഹലിലാണ്. പണ്ഡിതന്മാർ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, ഏത് പാപിയും ആ വിഷയത്തിൽ ജാഹിലാണ്. ആ അർത്ഥത്തിൽ അങ്ങനെ തെറ്റ് ചെയ്തവർക്കാണ് തൗബ. രണ്ടാമത്തെ നിബന്ധന എന്താണ്? തുമ്മ യതൂബൂന മിൻ ഖരീബ്, അടുത്തു തന്നെ അവർ തൗബ ചെയ്യുകയും വേണം. എന്നാലാണ് അള്ളാഹു തൗബ സ്വീകരിക്കുക. ശരി, തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യുക എന്നത് വാജിബാണ്. തൗബ വൈകിപ്പിക്കുക എന്നത് വേറൊരു തിന്മയാണ്. അതിന് വേറെ കുറ്റമുണ്ടാകും, ശിക്ഷയുണ്ടാകും. മനസ്സിലായില്ലേ? അതിന് വേറെ തൗബ വേണ്ടി വരും. തൗബ വൈകിപ്പിച്ചതിന് വേറെ തൗബ വേണം. അതിനുള്ള വഴി എന്താണ്? അള്ളാഹുവിനോട് എല്ലാ തിന്മകളിൽ നിന്നും തൗബ ചെയ്യുക എന്നതാണ്. പക്ഷേ തൗബ അള്ളാഹു സ്വീകരിക്കും മരണത്തിന് തൊട്ടു മുൻപ് വരെ. അതുകൊണ്ടാണ് ആയത്തിൻ്റെ തഫ്സീർ അടുത്തു തന്നെ തൗബ ചെയ്യുക എന്നതിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അതായത് ഖബ്ലൽ മൗത്ത്, മരണത്തിന് മുൻപ്. കാരണം മരണം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഖരീബ്, വളരെ അടുത്താണ്. വരുമെന്ന് ഉറപ്പുള്ളതൊക്കെ അടുത്താണ് എന്നാണ്. കുല്ലു മാ ഹുവ ആതിൻ ഖരീബ്, അറബിയിലൊരു പണ്ടുകൊണ്ടേ പറഞ്ഞു വരുന്ന പ്രയോഗമാണ്. വരാനിരിക്കുന്നതൊക്കെ വളരെ അടുത്താണ്, വരുമെന്ന് ഉറപ്പുണ്ടതൊക്കെ അടുത്താണ്. അപ്പോൾ നോക്കൂ, മരണം ഉറപ്പുള്ള സംഗതിയാണ്. അതുകൊണ്ട് അതിന് മുൻപേ തൗബ ചെയ്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ അള്ളാഹു ഓരോരുത്തരുടെയും തൗബ സ്വീകരിക്കും. അതുപോലെ സൂര്യൻ പടിഞ്ഞാറന്ന് ഉദിക്കുന്നത് വരേക്കും. തൗബയുടെ 3 ഷർത്തുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുണ്ടാകും. ഒന്ന്, ആ തിന്മ ഉപേക്ഷിച്ചിരിക്കണം. തിന്മ ചെയ്തുകൊണ്ടിരിക്കേ എന്തില്ല? തൗബയില്ല. മനസ്സിലായില്ലേ? തിന്മ ചെയ്തുകൊണ്ടിരിക്കേ തൗബ, അത് നിർത്തിയാലാണ് അതിൽ നിന്ന് തൗബയുള്ളൂ. 2, ചെയ്തു പോയതിൽ ഖേദം വേണം. അതല്ലാതെ ചെയ്തത് നന്നായി നല്ല നീ ചിന്തിക്കേണ്ടത്. 3, ഇത് ചെയ്യുകയില്ല എന്ന ദൃഢബോധ്യം മനസ്സിലുണ്ടായിരിക്കണം. ഇത് ചെയ്യുകയില്ല എന്ന ഉറപ്പോടെയാണ് തൗബ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരാൾ തൗബ ചെയ്താൽ അവൻ്റെ തൗബ സഹിഹാണ്. എന്നിട്ട് അവൻ പിന്നീട് പൈശാചിക പ്രേരണ കൊണ്ട് പിന്നീട് അതേ തെറ്റവന് സംഭവിച്ചു പോയാൽ നേരത്തെ ചെയ്ത തൗബ ബാത്തിലാകുന്നില്ല, അത് തൗബ തന്നെയാണ്. പിന്നെ സംഭവിച്ചാൽ നീ പിന്നെയും തൗബ ചെയ്യുക എന്നതല്ലാതെ വേറെ വഴിയില്ല. ഇനി ഈ 3 നിബന്ധനകളുടെ കൂടെ മറ്റൊരു നിബന്ധന ഉണ്ട്. ആളുകളുമായിട്ടുള്ള ഇടപാടാണെങ്കിൽ അവരുമായി കൂടി അത് തീർക്കേണ്ടതുണ്ട്. പൈസ എടുത്താണെങ്കിൽ അവർക്ക് കൊടുക്കണം. അഭിമാനത്തെ മുറിപ്പെടുത്തിയതാണെങ്കിൽ അവരത് അറിയുമെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കണം. ശാരീരികമായി ഉപദ്രവിച്ചതാണെങ്കിൽ അവരുടെ അടുത്ത് പോയി തിരിച്ചെന്നെ അതുപോലെ ചെയ്തോളൂ എന്ന് പറയണം. അതല്ല പോട്ടെ എന്ന് പറഞ്ഞാൽ ശരി, അതല്ല തിരിച്ച് തന്നേ തീരുമെന്നാണെങ്കിൽ അങ്ങനെ. ആളുകളുമായാണെങ്കിൽ അതുപോലെ പരിഹരിച്ചിരിക്കണം. 4 നിബന്ധന വരും അപ്പോൾ. അതുപോലെ ഈ തൗബ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ വക്തിലായിരിക്കണം, അതിൻ്റെ സമയത്തായിരിക്കണം. എന്താണ് അതിൻ്റെ സമയം? ഒന്ന്, മരണത്തിന് മുൻപ്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ്. മരണം മുന്നിൽ കണ്ടാൽ പിന്നെ തൗബയില്ല. അതുപോലെ സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിച്ചാലും തൗബയില്ല. ഇതാണ് തൗബ. എന്നാൽ ഇസ്തിഗ്ഫാർ എന്താണ്? തൗബയും ഇസ്തിഗ്ഫാറും നമ്മൾ പറയാറുണ്ട്. രണ്ടും, തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ഇസ്തിഗ്ഫാർ? പാപമോചനത്തിന് തേടുക എന്നതാണ്. പുറത്തു തരണേ റബ്ബെ എന്ന് തേടലാണ് ഇസ്തിഗ്ഫാർ. എന്നാൽ തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള വ്യത്യാസം, തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന്, തൗബ നമുക്ക് വേറൊരാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയില്ല. ഇസ്തിഗ്ഫാറോ വേറൊരാൾക്ക് വേണ്ടി ചെയ്യാം. മനസ്സിലായില്ലേ? എനിക്ക് വേണ്ടി മാത്രമേ തൗബ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ നിബന്ധനകൾ അത് വേറൊരാളുടെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? അയാൾ ചെയ്തു പോയ ചെയ്യുന്ന തെറ്റുപേക്ഷിക്കുക, ആ ചെയ്ത തെറ്റിൽ ഖേദമുണ്ടാകുക, ഇനി ചെയ്യുകയില്ല എന്ന് ഉറപ്പിക്കുക, ഇതൊക്കെ വേറൊരാളുടെ കാര്യത്തിൽ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇല്ല. പക്ഷെ പാപമോചനത്തിന് തേടാൻ എനിക്ക് വേറൊരാൾക്ക് വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നത്. പക്ഷെ മറ്റുള്ളവരാൾക്ക് വേണ്ടി തൗബ തേടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നോക്കൂ, തൗബ മരണത്തോടെ അവസാനിച്ചു, പക്ഷേ ഇസ്തിഗ്ഫാർ അവസാനിച്ചോ? ഇല്ല. നമുക്ക് വേറൊരാൾക്ക് വേണ്ടി പാപമോചനത്തിന് തേടാം. നമ്മൾ മയ്യിത്ത് നിസ്കാരത്തിൽ എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നാണ് ആദ്യം തന്നെ ദുആ ചെയ്യുന്നത്. അള്ളാഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്നാണ്. അത് ഇസ്തിഗ്ഫാറാണ്, വേറൊരാൾക്ക് വേണ്ടി. ഇസ്തിഗ്ഫാർ വേറെ, തൗബ വേറെ. ഇത് ഇവിടെയാണ് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുള്ളത്. തൗബ ശരിയാണ്,
ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ അതിനുണ്ട്. പക്ഷെ ഇസ്തിഗ്ഫാറിന് ഈ നിബന്ധനകളെല്ലാം ഉണ്ടോ ഇല്ലേ? അപ്പം എങ്ങനെ? തിന്മ ചെയ്തുകൊണ്ടിരിക്കുക ചിലപ്പോൾ ഇസ്തിഗ്ഫാർ പറയുന്ന ആളുകളുണ്ടാവും. തൗബയുടെ ഈ നിബന്ധന ഒന്നും എന്തില്ല, ആൾ പാലിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ചിലപ്പോൾ ചില ആൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോൾ ചില ആൾ പറയും അസ്തഗ്ഫിറുല്ലാ എന്ന് പറയും. മനസ്സിലായി? തിന്മ ചെയ്തുകൊണ്ട് അയാൾ എന്ത് പറയും? അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവേ പുറത്ത് നൽകണേ എന്ന് പറയും. ഇത് പ്രയോജനപ്പെടുമോ ആൾക്ക്? ആ പറഞ്ഞത് അയാൾക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ? അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഒട്ടും പ്രയോജനം ചെയ്യുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തെറ്റ് തന്നെ. പക്ഷെ പറഞ്ഞത് എന്തല്ല, ഒരു മോശം വാക്കാണോ? നല്ല വാക്കാണ്. അയാളുടെ മനസ്സിൽ ആ ആത്മാർത്ഥതയോടെയാണ് അത് പറഞ്ഞത് എങ്കിൽ അത് പ്രയോജനപ്പെടുകയില്ല എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. ചിലപ്പോൾ അയാളുടെ മനസ്സിലെ സിദ്ഖനുസരിച്ച്, സത്യസന്ധത അനുസരിച്ച് അള്ളാഹു അയാൾക്ക് പൂർണ്ണമായ തൗബക്ക് അവസരം നൽകിയേക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവനായി അത് ഉപേക്ഷിക്കാൻ അവസരം നൽകിയേക്കാം. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, എന്ത് ചെയ്യരുത്? ഇസ്തിഗ്ഫാർ ഉപേക്ഷിക്കരുത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു വഴി, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി, ആ തിന്മയിൽ നീ എങ്ങനെ ഉറച്ചു പോയിട്ടുണ്ടെങ്കിലും, ഇത്ര കാലമായി അത് ചെയ്യുന്നുണ്ടെങ്കിലും ഉപേക്ഷിക്കാനുള്ള വഴി അടഞ്ഞുപോയി എന്ന് നീ വിചാരിക്കരുത്. അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ മനസ്സിൽ നിന്ന് നിനക്ക് ആ തിന്മയോടുള്ള സ്നേഹം എടുത്തു നീക്കിയേക്കും അവൻ്റെ റഹ്മത്ത് കൊണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കൊടിയ തിന്മയുടെ ആളുകളായിരുന്നവർ തൗബ ചെയ്തിട്ടുണ്ട്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാം. ഇസ്ലാമിൻ്റെ ഇമ്മത്തുകളിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഒരു ഖുത്താഉ തരീഖിൽ, അഥവാ ആളുകളുടെ വഴിയിൽ അവരെ തടഞ്ഞു നിർത്തി കൊള്ള ചെയ്യുന്ന ആളുകളിൽ ഒരാളായിരുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നീട് അദ്ദേഹം ആരായി മാറി? ഇസ്ലാമിൻ്റെ ഇമ്മത്തുകളിൽ ഒരാളായി മാറി. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ തൗബയുടെ കഥയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ്. ആളുകൾ പറയാൻ തുടങ്ങിയത്, ആളുകൾ ഒരിക്കൽ പറയുന്നത് അദ്ദേഹം കേട്ടു എന്നാണ്. അവിടെ ഇയാളുണ്ടാവും, അതുകൊണ്ട് ആ വഴിക്ക് പോകേണ്ടതില്ല. അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയെന്നും, അതുപോലെ മറ്റൊരു സംഭവത്തിൽ ഒരു സ്ത്രീ ഖുർആനിൽ ഈ ആയത്ത് പാരായണം ചെയ്ത് അദ്ദേഹം കേട്ടു എന്നുമാണ് പറയപ്പെടുന്നത്. സൂറത്തു അൽ ഹദീദിൽ ആയത്ത്, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ألم يأن للذين آمنوا, മുഅ്മിനീങ്ങൾക്ക് നേരമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയം അള്ളാഹുവിൻ്റെ ഓർമ്മയിലേക്ക് പേടിയോടെ വരാൻ, വമാ നസല മിനൽ ഹഖ്, അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായ ഹക്കിലേക്കും, ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم, പഴയ കാലത്ത് കിതാബ് നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാൻ അവർക്ക് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം കടുത്തുറച്ചു പോയി. വകസീറു മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും ധിക്കാരികളാണ്. ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അലം യഅ്നി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് നേരമായില്ലേ എന്നാണ്. അപ്പം അദ്ദേഹം ഈ ആയത്ത് കേട്ടപ്പോൾ പറഞ്ഞു എന്നാണ്, അതെ നേരമായിരിക്കുന്നത് അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം തിന്മ അവസാനിപ്പിച്ചു. പിന്നീട് ആരായി മാറി? ഈ ദീനിൻ്റെ ഇമ്മത്തുകളിൽ ഒരാൾ, ഇമാമുമാരിൽ ഒരാൾ ആയിത്തീർന്നു എന്നാണ്. അതുകൊണ്ട് തിന്മയിൽ നീ എവിടെ എത്തിയിട്ടുണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വാതിൽ അടഞ്ഞുപോയി എന്ന് നീ വിചാരിക്കരുത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, പറയൂ എൻ്റെ അടിമകളോട്, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ അടിമകളോട്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു തിന്മകളെല്ലാം പുറത്തു നൽകുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവരേറെ പുറത്തു തരുന്നവനും ഏറെ കരുണ ചൊരിയുന്നവനുമാണ്. നോക്കൂ, നമ്മുടെ ഉപ്പയും ദുആ ചെയ്തു, റബ്ബന ളലംന അൻഫുസന, ഞങ്ങളോട് ഞങ്ങൾ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു. സ്വന്തത്തിൻ്റെ അവസ്ഥ, പാപം എടുത്തു പറയുക. ആരോട് മാത്രം? അള്ളാഹുവിനോട് മാത്രം. പാപം പടപ്പുകളോട് പറയാൻ പാടില്ല. നീ ചെയ്ത തിന്മ എന്ത് ചെയ്യരുത്? ആളുകളോട് പറയാൻ പാടില്ല, മറച്ചു വെക്കണം. അള്ളാഹു മറച്ചു വെച്ചിരിക്കുന്നു, അത് നീ വെളിപ്പെടുത്താൻ പാടില്ല. അങ്ങനെ തിന്മകൾ വെളിപ്പെടുത്തുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്.
അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും ഇല്ലൽ മുജാഹിർ, തിന്മ മുജാഹറത്ത് നടത്തുന്ന, അത് പരസ്യമാക്കുന്നവൻ ഒഴികെ. രാത്രി തിന്മ ചെയ്തു, അള്ളാഹു അവനെ മറച്ചു പിടിച്ചിട്ടുണ്ട്. പകൽ അവൻ ആളുകളോട് പറയണം ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പറഞ്ഞിറക്കാൻ പാടില്ല. അതുപോലെ ആളുകളോട് തിന്മകൾ കുമ്പസരിക്കേണ്ട ഗതികേട് നമുക്ക് ഇല്ല. നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് തിന്മകൾ പറഞ്ഞാൽ മതി, അവനോടത് പറയുക, അവനത് ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിൻ്റെ പിന്നെ നീ ആത്മാർത്ഥതയോടെ നിൻ്റെ തിന്മകൾ പറയുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് അലൈഹിസ്സലാം പറയുകയാണ്, അള്ളാഹുവെ ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ അകപ്പെട്ടുപോയി. മൂസ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ റബ്ബി ഇന്നി ളലംതു നഫ്സി, അള്ളാഹു ഞാൻ എന്നോട് അതിക്രമം ചെയ്തു പോയിരിക്കുന്നു, അതുകൊണ്ട് പുറത്തു തരണേ, ഞങ്ങളിതാ ഇത് സംഭവിച്ചു പോയിരിക്കുന്നു എന്ന് അള്ളാഹുവിനോട് പറയുക അള്ളാഹു ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് നിൻ്റെ പ്രയാസം അള്ളാഹുവിനോട് പറയുക എന്നത്. ഒന്നും കയ്യിലില്ല റബ്ബേ എന്ന് പറയുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. സക്കരിയ അലൈഹിസ്സലാം ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ, അള്ളാഹു എൻ്റെ എല്ലുകൾ ദുർബലമായി, എൻ്റെ മുടി നരച്ചു എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്തതുപോലെ. അതുപോലെ നോക്കൂ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, നീ ഞങ്ങൾക്ക് പുറത്തു നൽകിയില്ല എങ്കിൽ, നീ റഹ്മത്ത് ചൊരിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലാകും. ഇപ്പോഴുള്ള അവസ്ഥയും പറയുന്നു, അതുപോലെ ഭാവിയിൽ അള്ളാഹുവെ നീ നൽകിയില്ല എങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോവും, അതും പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ തലേന്ന് തേടിയത് എന്താണ്? അള്ളാഹുവെ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ ലം തുഅബദ് ഫിൽ അർദ്, അള്ളാഹുവെ ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ ഈ ഭൂമിയിൽ നിന്നെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ടാവുകയില്ല. നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ ഇബാദത്തെ യഥാർത്ഥ ഇബാദത്താവുകയുള്ളൂ, അത് മുഅ്മിനീങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നീ ഭൂമിയിൽ ഇബാദത്ത് ചെയ്യപ്പെടുകയില്ല റബ്ബേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അള്ളാഹുവിനോടത് നമ്മുടെ പരിമിതിയായി, നമ്മുടെ പ്രശ്നമായി, ബുദ്ധിമുട്ടായി അള്ളാഹുവിനോട് ആവലാതി പറയുക, റബ്ബിനോട് മാത്രം. യാക്കൂബ് അലൈഹിസ്സലാം 3 മക്കളെ നഷ്ടപ്പെട്ടു. 3 മക്കളെ, യൂസുഫ് അലൈഹിസ്സലാമിനെ നേരത്തെ നഷ്ടപ്പെട്ടു, ബിന്യാമിൻ അടുത്ത ശേഷം നഷ്ടപ്പെട്ടു. പിന്നെ 2 പേരെയും തെരഞ്ഞു പോകാൻ പറഞ്ഞ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മൂത്ത മകൻ എന്തു പറഞ്ഞു? ഞാൻ തിരിച്ചു വരികയില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക, നിങ്ങൾ തിരിച്ചു പോയി ഉപ്പയുടെ അടുത്തേക്ക്, ഞാൻ വരികയില്ലെന്ന് പറഞ്ഞു. മൂത്ത മകൻ അവിടെ നിന്നു. സുബ്ഹാനല്ലാഹ്, യാക്കൂബ് അലൈഹിസ്സലാം ഈ മകനെ വീണ്ടും നഷ്ടം ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? യാക്കൂബ് അലൈഹിസ്സലാം പഴയ നഷ്ടം ഓർത്തു. ബിന്യാമിനെയും കൂടി നഷ്ടപ്പെട്ട് മൂത്ത സഹോദരൻ അവിടെ നിന്ന് ബാക്കി മക്കൾ വന്നപ്പോൾ യാക്കൂബ് നബി പറഞ്ഞ എന്താണ്? യാ സഫ അല യൂസുഫ്, യൂസുഫിനെയും കൂടി ഓർക്കുകയാണ്. കാരണം ഒരു മുസീബത്ത് സമാനമായ പഴയ മുസീബത്ത് നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. ഒരു പ്രയാസം എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി എങ്കിൽ കുറേ മുമ്പ് നമുക്ക് സംഭവിച്ചു, പക്ഷെ നമ്മൾ മറന്നു പോയിട്ടുണ്ട്, ആ മുസീബത്ത് നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. അതുമായി ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടെങ്കിൽ. ബുദ്ധിമുട്ടുകൾ അങ്ങനെയാണ്, നമ്മൾ മറന്നിട്ടുണ്ടാവും. പക്ഷെ അതുപോലത്തെ ഒരു ബുദ്ധിമുട്ട് വന്നാലോ പഴയത് അതും കൂടി മനസ്സിൽ വന്ന് പ്രയാസപ്പെടുത്തും. യാ സഫ അല യൂസുഫ് എന്ന് യാക്കൂബ് അലൈഹിസ്സലാം പ്രയാസപ്പെട്ടു പറഞ്ഞു. വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കദീം, ദുഃഖം കൊണ്ട് കണ്ണുകൾ വെളുത്തുപോയി, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഓഹ് കദീം, കദീമായിരുന്നു അദ്ദേഹം, അഥവാ പ്രയാസം ഉള്ളിൽ അടക്കി ഒതുക്കി പിടിക്കുക, അതിനാണ് കൽമ് എന്ന് പറയുക. ആ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു യാക്കൂബ് അലൈഹിസ്സലാം. ആളുകൾ പറഞ്ഞു, തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ ഹത്താ തകൂന ഹറദൻ ഔ തകൂന മിനൽ ഹാലികീൻ, നിങ്ങളിങ്ങനെ യൂസുഫിനെ ഓർത്ത് നിങ്ങളുടെ ശരീരം അത് നശിച്ചു പോകും, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും ഇങ്ങനെ ദുഃഖിച്ചാൽ. യാക്കൂബ് നബി പറഞ്ഞ എന്താണ്? ഖാല ഇന്നമാ അശ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, ഞാൻ എൻ്റെ പ്രയാസവും ദുഃഖവും പറയുന്നത്, ആവലാതി പറയുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്, അവനിലേക്ക് മാത്രമാണ് ഞാൻ എൻ്റെ ആവലാതി ബോധിപ്പിക്കുന്നത് എന്ന് യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു. ഇങ്ങനെ അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിക്കുക, അവനോട് പ്രയാസവും ബുദ്ധിമുട്ടും പറയുക അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അവന് പ്രയാസം നീക്കിത്തരും. ആളുകളോട് പറഞ്ഞാൽ അള്ളാഹു പ്രയാസം നീക്കിത്തരികയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു ഫാഖത്ത്, ഒരു ബുദ്ധിമുട്ട്, പ്രാരാബ്ധം ഇറങ്ങി അവനത് അള്ളാഹുവിന് മുന്നിൽ ഇറക്കി വെച്ചാൽ അള്ളാഹു ആ ഫാഖത്ത്, അവൻ്റെ പ്രാരാബ്ധം നീക്കി കൊടുക്കും. അവനത് ആളുകൾക്ക് മുന്നിൽ ഇറക്കി വെച്ചാൽ അള്ളാഹു നീക്കി കൊടുക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രേഷ്ഠമായ ദുആ ആണ്
ആദം അലൈഹിസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹയും നടത്തിയത്. എന്ത്? റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതിനെക്കുറിച്ചാണ് ഈ ആയത്തിൽ എന്ത് പറഞ്ഞത്? കലിമാത്ത്, ചില വാചകങ്ങൾ. അതാണ് ആദം അലൈഹിസ്സലാം ചെയ്ത ദുആ. അത് ഖുർആനിൽ വന്നതാണ്. ഖുർആനിൽ വന്നത് ഈ ദുആ. എന്നാൽ നോക്കൂ, ചില ആളുകൾ ഇവിടെ ഒരു കളവ് ബോധപൂർവം പ്രചരിപ്പിക്കാറുണ്ട്. ആദം അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി തേടിയിട്ടാണ് അള്ളാഹു പുറത്തു കൊടുത്തത് എന്ന്. കലിമാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് ബിഹഖി നബിയിക്ക, അല്ലെങ്കിൽ ബിഹഖി അബ്ദിക മുഹമ്മദിൻ്റെ ജാഹു കൊണ്ട്, അല്ലെങ്കിൽ ഹക്ക് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് പുറത്തു തരണേ എന്ന് ആദം അലൈഹിസ്സലാം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ തവസ്സുലാക്കി ദുആ ചെയ്തു എന്ന ഒരു കഥ ആളുകൾ പറയാറുണ്ട്. അത് തീർത്തും തെറ്റാണ്. പരിശുദ്ധ ഖുർആനിൽ വന്ന എന്താണ്? റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ടാണ് എങ്കിൽ അള്ളാഹു എന്തുകൊണ്ടത് പറഞ്ഞില്ല? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടത് പറഞ്ഞില്ല? അള്ളാഹു അവരുടെ ദുആ പഠിപ്പിച്ചു. റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. എവിടെയും ബിഹഖി നബിയിക മുഹമ്മദ് എന്നോ, ബിജാഹി നബിയിക മുഹമ്മദ് എന്നോ, ബിബറക്കത്തി നബിയിക മുഹമ്മദ് എന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ദുആ ചെയ്യുമ്പോൾ മരണപ്പെട്ട ആളുകളുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബറക്കത്ത് കൊണ്ടോ, ഹക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ അവർക്കുള്ള അവകാശം എന്ന അർത്ഥത്തിലാണ് എങ്കിൽ വളരെ ഗുരുതരമായ വാക്കാണ്. അള്ളാഹുവിങ്കൽ ആർക്കും യാതൊരു അവകാശവുമില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ് എല്ലാവർക്കും. ജാഹ് എന്നാൽ സ്ഥാനം, വജീഹ് എന്ന് പറഞ്ഞ സ്ഥാനമുള്ളയാൾ. ബറക്കത്ത് എന്നാൽ അനുഗ്രഹം, അള്ളാഹു നബിക്ക് നിശ്ചയിച്ച ബറക്കത്ത്. ഇതുപോലെ ഹക്ക്, ജാഹ്, ബറക്കത്ത് ഇങ്ങനെ വല്ലതും മരിച്ച ആളുകളുടെ, മരണപ്പെട്ട ആളുകളുടെ അവരെ മുന്നിൽ നിർത്തി തവസ്സുലാക്കി അള്ളാഹുവിനോട് തേടുക എന്നത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. ദുആ അള്ളാഹുവിനോടാണ് അവിടെ. അതുകൊണ്ട് ശിർക്കാണ് നമ്മൾ പറയുന്നില്ല. അള്ളാഹുവെ നിൻ്റെ നബിയുടെ ബറക്കത്ത് കൊണ്ട് തരണേ, വിളിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അതേസമയം നബിയെ തരണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നബിയെ തരണേ, പുറത്തു തരണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും തേടിയാൽ, സന്താനത്തിനോ മഴ കിട്ടാനോ ഏത് കാര്യമായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് തേടിയാൽ, അള്ളാഹുവിൻ്റെ നബിമാരിൽ ആരെങ്കിലും, ഔലിയാക്കൾ ആരെങ്കിലും തേടിയാൽ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അത് ശിർക്കുൽ അക്ബറാണ്. അതേസമയം തേട്ടം അള്ളാഹുവിനോടാണ്. അള്ളാഹുവേ തരണേ നിൻ്റെ നബിയുടെ ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി അള്ളാഹുവിനോട് തേടിയാൽ അത് ബിദ്അത്താണ്. കാരണം മരണപ്പെട്ടവരെ തവസ്സുലാക്കി അള്ളാഹുവിനോട് തേടുക എന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല, ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അതിനുള്ള ഏറ്റവും വ്യക്തമായ തെളിവുകളിൽ ഒന്നാണ് സഹീഹുൽ ബുഖാരിയിൽ സലാത്തുൽ ഇസ്തിസ്ഖാ അഥവാ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിൻ്റെ അധ്യായത്തിൽ നമുക്ക് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ക്ഷാമമുണ്ടായി, മഴയ്ക്ക് വരൾച്ചയുണ്ടായി. എന്ത് ചെയ്തു ഉമർ? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, നബിയുടെ ഉപ്പയുടെ സഹോദരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു മഴയ്ക്ക് വേണ്ടി. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് സലാത്തുൽ ഇസ്തിസ്ഖാഇന് ഇമാമത്ത് നിർത്തിച്ചു. എന്തുകൊണ്ട്? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അഹ്ലുൽ ബൈത്താണ്, നബി കുടുംബക്കാരനാണ്. എന്നിട്ട് ഉമർ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്ന കുന്ന നതവസ്സലു ഇലൈക ബിനബിയിന ഫതസ്ഖീന ഫഇന്ന നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിന ഫസ്ഖിന. അല്ലാഹുവേ, ഞങ്ങൾ നിൻ്റെ നബിയോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാറുണ്ടായിരുന്നു, നബിയെ കൊണ്ട് തവസ്സുലാക്കാറുണ്ടായിരുന്നു. അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ നൽകാറുണ്ടായിരുന്നു. ഇപ്പോഴിതാ നബിയുടെ അമ്മിനെ കൊണ്ട്, നബിയുടെ പിതൃ സഹോദരനെ കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കുന്നു, നീ മഴ നൽകണമേ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫയുസ്ഖൗ, അപ്പോൾ അവർക്ക് മഴ ലഭിക്കും. സുബ്ഹാനല്ലാഹ്. ഇതിനേക്കാൾ മരണപ്പെട്ടവരെ കൊണ്ട് തവസ്സുലാക്കാൻ പാടില്ല എന്നതിന് വ്യക്തമായ തെളിവ് മറ്റെന്തു വേണം? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അവർ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞതുപോലെ നബിയോട് പറയുമായിരുന്നു, നബിയെ മഴക്കൊണ്ട് ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യും, മഴ പെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അവർ അതിന് നബിയുടെ പിതൃ സഹോദരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് പറയണം, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് ഇമാമത്ത് എടുക്കണം. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിയില്ല? അഫ്ളൽ ആരാണ്? അബ്ബാസാണോ? അല്ല, അബ്ബാസിൻ്റെ സഹോദരപുത്രൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? സംശയവുമില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. നബിയുടെ ഖബർ അവിടെ ഇല്ലേ? ഖബറിങ്കൽ ചെന്നിട്ടോ ചെല്ലാതെയോ സഹാബിമാർ നബിയെ കൊണ്ട് തവസ്സുലാക്കി. നബിയോട് നേരിട്ട് തേടുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ചെയ്തിട്ടില്ല അവരൊരിക്കലും. ശിർക്കാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി അവർ തേടിയോ? ഇല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിരിക്കുന്നു. എന്നിട്ട് പറയുകയും ചെയ്യണം ഞങ്ങൾ മുമ്പ് ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് ഉമർ പറയുകയാണ് റളിയല്ലാഹു അൻഹു. എന്താ ഇപ്പം ചെയ്യാത്തത്? ഒരേ ഒരു ഉത്തരമാണ് അതിനുള്ളത്. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി. വഫാത്തായ നബിയെ കൊണ്ടുപോലും തവസ്സുലില്ല, പിന്നെയാണ് ബാക്കിയുള്ള ആളുകൾ. അതുകൊണ്ട് തവസ്സുൽ എന്ന് പറഞ്ഞാൽ അത് 3 ഇനങ്ങളാണ്. യഥാർത്ഥ തവസ്സുൽ ദീനിലുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വബ്തഗു ഇലൈഹിൽ വസീല, അള്ളാഹുലേക്ക് നിങ്ങൾ വസീലത്ത് തേടുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണ് തവസ്സുൽ. ദുആ ചെയ്യുമ്പോൾ നമുക്ക് എന്തു പറയാം? നമ്മുടെ സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഗുഹയിലകപ്പെട്ട 3 ആളുകൾ പണ്ട് പറഞ്ഞതുപോലെ, ഗുഹയിൽ 3 ആളുകൾ അകപ്പെട്ടപ്പോൾ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. അതുപോലെ നമുക്ക് അള്ളാഹുവിൻ്റെ പേരുകൾ, അവൻ്റെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്യാം. അതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം, അത് അനുവദനീയമാണ്. പക്ഷേ ഇതല്ലാതെ മരണപ്പെട്ടവരെ തവസ്സുലാക്കി എന്ന രീതി ഇസ്ലാമിലില്ല. ജീവിച്ചിരിക്കുന്നവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നതുപോലും ചെയ്യാതിരിക്കലാണ് ശ്രേഷ്ഠം. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒരു പൊതുവായ ആവശ്യത്തിന് പറയുന്നതുകൊണ്ട് തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കിബാറുകളായ സഹാബിമാർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി തുടങ്ങിയ കിബാറുകളായ സഹാബിമാർ റളിയല്ലാഹു അൻഹും പൊതുവെ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് നബിയോട് വന്നിട്ട് നബി ദുആ ചെയ്യണം എന്ന് പറയാറില്ല. അവരുടെ പൊതുവായ രീതി അതല്ല. പക്ഷേ പൊതുവായ ആവശ്യങ്ങൾക്ക്, മുസ്ലിമീങ്ങളൊന്നാകെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്, നബിയെ ദുആ ചെയ്യണം, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ദുആ ചെയ്യാൻ അവർ നബിയോട് ആവശ്യപ്പെട്ടിരുന്നു. കിബാറുകളായ സഹാബത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ സഹാബിമാരിൽ ചിലർ അന്ധരായിരുന്ന ആളുകൾ നബിയെ എനിക്ക് കാഴ്ച തിരിച്ചിട്ടാൻ ദുആ ചെയ്യണം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപസ്മാര രോഗിയായിരുന്ന ആ സ്ത്രീ റളിയല്ലാഹു അൻഹ, ആ മഹദിയായ വനിത നബിയോട് അത് മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. വ്യക്തിപരമായ കാര്യമാണ്, അനുവദനീയമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ നല്ലത് എന്താണ്? നേരിട്ട് അള്ളാഹുവിനോട് തേടുക എന്നതാണ്. നിനക്കും റബ്ബിനും ഇടയിൽ ഒരാളെയും, ജീവിച്ചിരിക്കുന്ന ഒരാളാകട്ടെ, ആരെയും നീ വെക്കേണ്ടതില്ല. അള്ളാഹുവിനോട് നേരിട്ട് തേടുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. നീ എത്ര പാപിയാണെങ്കിലും എത്ര ദോഷിയാണെങ്കിലും അള്ളാഹുവിനോട് നേരിട്ട് തേടലാണ് അഫ്ദൽ, ശ്രേഷ്ഠം. ഒരാളോട് ചോദിക്കാതിരിക്കുക. അതേസമയം ഈ ഒരു ചോദ്യം മറ്റൊരർത്ഥത്തിൽ, ഒരു കൽപ്പനയുടെ അർത്ഥത്തിൽ വരും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നബിക്ക് വേണ്ടി വസീലയ്ക്ക് വേണ്ടി തേടാൻ പറഞ്ഞിട്ടുണ്ട്. ബാങ്കിന് ശേഷമുള്ള ദുആ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അത് നമ്മൾ ചെയ്താൽ അതിൻ്റെ ഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട് എന്നതുപോലെ നമുക്ക് അതിൻ്റെ ഫലമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ഇതേതുപോലെയാണ് ഒരു ഉപ്പ മകനോട് പറയുന്നത് പോലെ. എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. പാക്കും മാക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അത് നേരത്തെ പറഞ്ഞ ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാതിരിക്കാനാണ് നല്ലത് എന്ന് പറഞ്ഞതിൽ പെടുകയില്ല. എന്തുകൊണ്ട്? അതൊരു കൽപ്പനയാണ്, അത് നന്മക്ക് പ്രേരിപ്പിക്കണം. അതുപോലെ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു അധ്യാപകൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് അങ്ങനെ പറഞ്ഞാൽ അതിൽ കുഴപ്പമില്ല. അത് പറയുന്ന ആൾക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്, ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ് മറക്കാതിരിക്കുക, ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, തെറ്റല്ല. പക്ഷെ നല്ലത് അള്ളാഹുവിനോട് നീ നേരിട്ട് തേടലാണ്. അതുപോലെ ആളുകളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക ശീലമാക്കുക എന്നത് തെറ്റാണ്. ചില ആളുകൾക്കാണ് എപ്പോൾ കണ്ടാലും പിരിഞ്ഞു പോകുമ്പോൾ ദുആ ചെയ്യാൻ മറക്കരുത്, നമുക്കൊണ്ട് ദുആ ചെയ്യണേ, ഇതൊരു ശീലമാണ്. ആരെ കണ്ടാലും പറയും, ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെ പഠിപ്പിച്ച രീതിയല്ല. ആരെ കണ്ടാലും ദുആ ചെയ്യണം കേട്ടോ, കൈ പിടിച്ചിട്ട് ഇത് പറയുക അല്ലെങ്കിൽ കൈ പിടിക്കാതെ പറയുക എന്നത് ശരിയായൊരു രീതിയല്ല. എന്ന് മാത്രമല്ല ദുആക്ക് ആവശ്യപ്പെടുക എന്നത് നീ ഒരു സഹായം ചോദിക്കലാണ്, ചെറിയ സഹായമല്ല, അത് വലിയ സഹായം ചോദിക്കലാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സൂറത്തു അൽ ഇൻസാനിൽ ആയത്ത് ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. അവർ ഭക്ഷണം നൽകുന്നവരാണ് സാധുക്കൾക്ക്, അതുപോലെ തടവിലകപ്പെട്ടവർക്ക്, മിസ്കീനുകൾക്ക്, യതീമുകൾക്ക്. എന്നിട്ട് അവർ മനസ്സിൽ പറയുന്നത് എന്താണ്? ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂർ.
നിങ്ങളിൽ നിന്നൊരു പ്രതിഫലമോ ഒരു നന്ദിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഒരാൾക്ക് എന്തെങ്കിലും നിങ്ങളെ സഹായം ചെയ്തു കൊടുത്തിട്ട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞാൽ പ്രതിഫലം ആവശ്യപ്പെട്ടു. കൊടുത്തിട്ട് തിരിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കുന്നത് നല്ലതാണോ? ആ കൊടുത്തതിൻ്റെ മാറ്റ് കുറക്കുമോ? ഇല്ലേ, മാറ്റ് കുറക്കും, സംശയമില്ല. അങ്ങനെ തിരിച്ച് ചോദിക്കലാണ് എന്ത്? ദുആ ആവശ്യപ്പെടുക എന്നുള്ളത്. എന്നല്ല, അത് ദുആ അത് നിസ്സാരമായ കാര്യമാണത്. ദുആയുടെ വില ഇന്ന് പല ആളുകൾക്കും അറിയില്ല. നിങ്ങൾ നോക്കൂ, നാട്ടിൽ വലിയ കുഴപ്പങ്ങൾ നടക്കും, പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മളൊരാളോട് എന്തുണ്ട് ഇതിനൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യൂ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളെന്തോ അവനോട് മോശം പറഞ്ഞതുപോലെയാണ് ചില ആളുകളുടെ ചിന്താഗതി. പ്രത്യേകിച്ച് ഈ ഖാരിജി ചിന്തയുടെ അനുരണനങ്ങൾ മനസ്സിൽ കയറിയ ആളുകൾക്ക്, പ്രത്യേകിച്ചും മുസ്ലിമുകളുടെ വലിയ പൊതു പ്രശ്നത്തിൽ ദുആ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്ത് ദുആ ചെയ്യാൻ പറയും നിങ്ങൾ? ദുആ ചെയ്തിട്ട് എന്ത് ചോദിക്കുന്നത് കാണാം. ദുആഇൻ്റെ വില മനസ്സിലാകാത്തതുപോലെ എന്തിനാണ് നീ വില കുറച്ച് കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ ഏറ്റവും വിലപ്പെട്ടതായി പറഞ്ഞതാണ് ദുആ. അക്രമു അലല്ലാഹ്, അള്ളാഹുവിങ്കിൽ ദുആയേക്കാൾ അക്രമമായ മറ്റൊന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദുആയേക്കാൾ അള്ളാഹുവിങ്കിൽ വിലയുള്ള മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഭൗതിക പരിഹാരം ഏതുണ്ട് എങ്കിൽ അതിനേക്കാളൊക്കെ വലുതാണ് ദുആ. പരിഹാരം തന്നെ പരിഹാരമാണ് എങ്കിൽ, പക്ഷെ അതിനേക്കാൾ വലുതാണ് ദുആ എന്നത് മറക്കരുത്. ദുആ ആളുകളോട് ആവശ്യപ്പെടാതിരിക്കുക എന്നതാണ് ഏറ്റവും ഖൈർ. അത് ആവശ്യപ്പെട്ടാൽ പ്രതിഫലം ആവശ്യപ്പെടലാണ്. ആവശ്യപ്പെടാതെ നമുക്ക് ദുആ ചെയ്യാം, അത് വളരെ നല്ല കാര്യമാണ്. മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുക, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് വളരെ വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. അള്ളാഹു അത് സ്വീകരിക്കും. അതുപോലെ അള്ളാഹു നിനക്ക് അതുപോലുള്ളത് നൽകും. അതുപോലെ പരസ്പരം സ്നേഹമുണ്ടാകാൻ അത് സഹായിക്കും. അത് സഹായിക്കും. എൻ്റെ സഹോദരൻ ഇല്ലാത്ത അവസരത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്, ഇത് പുറത്ത് കൂട്ടുകാരുടെ കാര്യത്തിൽ മാത്രമല്ല, ഭാര്യയുടെ മക്കളുടെ ഒക്കെ കാര്യത്തിൽ ഏറെ ഫലം ചെയ്യുന്ന, കുടുംബജീവിതം നന്നായി പോകുന്ന കാര്യമാണ്. സ്നേഹം വർദ്ധിക്കും, കുഴപ്പങ്ങൾ അവസാനിക്കും. ഒരു സ്ത്രീ പറഞ്ഞു എന്നാണ്, അതായത് അവളുടെ ഭർത്താവുമായുള്ള നല്ല ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഞാനുമായി എപ്പോൾ പ്രയാസമുണ്ടായാലും ഞാൻ അദ്ദേഹത്തിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അത്ഭുതകരമായി എനിക്ക് കാണാം നമ്മൾ അടുത്ത കാഴ്ചയിൽ നമ്മുടെ ബന്ധം വളരെ നന്നായിത്തീരുന്നത്. അത് ബന്ധം നന്നാകാൻ വളരെ സഹായിക്കുന്ന കാര്യമാണ് ദുആ. അതിൻ്റെ ഫലം നിസാരമല്ല, ചില്ലറ കാര്യമല്ല. നീ മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത് നോക്കി, നിൻ്റെ മക്കളെ അള്ളാഹു റബ്ബുൽ ആലമീൻ നന്നാക്കി നൽകും. മുസ്ലിമീങ്ങളുടെ സ്ത്രീകൾക്ക് വേണ്ടി ദുആ ചെയ്യൂ, നിൻ്റെ സ്ത്രീകൾ അള്ളാഹു നന്നാക്കി നൽകും. അവരുടെ സമ്പത്തിനോട് ദുആ ചെയ്യും, നിൻ്റെ സമ്പത്ത് അള്ളാഹു നന്നാക്കി നൽകും. അവരുടെ ആഫിയത്തിനോട് ദുആ ചെയ്യൂ, നിൻ്റെ ആഫിയത്ത് അള്ളാഹു നന്നാക്കി തരും. നിസ്സാരമായ കാര്യമല്ല. കാരണം ഒരു മലക്ക് നിൻ്റെ അരികിൽ ഉണ്ട് എന്നാണ്. എന്ത് പറഞ്ഞിട്ട്? ആമീൻ വലക ബിമിസിൽ. ആമീൻ, അതിലൂടെ അള്ളാഹു സ്വീകരിക്കാൻ നമുക്ക് മനസ്സിലായി. മലക്കനാണ് ആമീൻ പറയുന്നത്. അള്ളാഹു സ്വീകരിക്കണേ. വലക ബിമിസിൽ, നിനക്കതുപോലുള്ളതുണ്ടാകട്ടെ. അത് ബാക്കിയാണ്, രണ്ടുണ്ട്. അമീൻ എന്ന് മാത്രമല്ല, നിനക്ക് അതുപോലുള്ളതുണ്ടാകട്ടെ എന്ന് മലായിക്കത്ത് പറയുമെന്നാണ്. അതുകൊണ്ട് ദുആ ചെയ്യുക. നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള ദുആ ആണ് എന്ത്? സലാത്ത്. സഹാബത്തിനു വേണ്ടി തർദിയത്ത് പറയുന്നു റളിയല്ലാഹു അൻഹും. ബാക്കി മുസ്ലിമീങ്ങളിൽ ആര് മരണപ്പെട്ട ആർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു? റഹിമഹുല്ലാഹ്, അല്ലാഹു അവർക്ക് റഹ്മത്ത് ചൊരിയട്ടെ. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നല്ല ആളുകൾ, ദീനിൻ്റെ ആളുകളായി അറിയപ്പെടുന്ന ആളുകൾ, മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരും കൂട്ടുകാരുമൊക്കെ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ ഖൈറുകൾ, അത്ഭുതകരമായ ഖൈറുകൾ നൽകുന്ന കാര്യമാണ്. അള്ളാഹുവാണ് തൗഫീഖ് ഏകുന്നവൻ. നോക്കൂ, അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് യഥാർത്ഥത്തിൽ വാക്ക്, ഇതാണ് കലിമാത്ത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്ക് കൊണ്ടോ ജാഹു കൊണ്ടോ ദുആ ചെയ്തത് അല്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയുനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.